എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ എറണാകുളം ജില്ലയിലെ തിരുവാങ്കുളത്ത് നിന്ന് വരുന്നു. ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. പക്ഷേ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു മലബാർ സഭയിലേക്കാണ്. ഞാൻ 2018 ജ്ഞാനസ്നാനം സ്വീകരിച്ച് ദിയ മരിയ എന്ന പേര് സ്വീകരിച്ചു. ഞാൻ 2023 മാർച്ച് മാസത്തിലാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ അന്ന് UK പോകാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിൽ ഇരിക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ അങ്ങനെ അത് നിയോഗത്തിൽ വെച്ചു. അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി. പക്ഷേ വിസയുടെ പ്രോസസ്സിങ്ങിലേക്ക് അടുക്കുന്തോറും പിന്നെ അതൊരു ഡിലേ ആയി വന്നു. പിന്നെ അത് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. വേറൊരു ഏജൻസീനെ സമീപിച്ചു. അതും ഇതുപോലെ തന്നെ പ്രോസസ്സിങ്ങുകളെല്ലാം നടന്ന് എല്ലാം ഒരുവിധമായി വന്നു കഴിയുമ്പോഴേക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളാൽ അത് നടക്കാതെ വന്നു. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ആ ഉടമ്പടി പുതുക്കിയില്ല. പിന്നെ അങ്ങനെ നടന്നു. ഈ 2024 ജനുവരി മാസം വരെ ഞങ്ങൾ അതിൻ്റെ പുറകെ ആയിരുന്നു. പക്ഷേ അത് ഞങ്ങൾക്ക് സാധിച്ചില്ല. അവസാനം 2024 ഫെബ്രുവരി മാസത്തിൽ ഞാൻ സ്റ്റുഡൻറ്റ് വിസ നോക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് മൂവ് ചെയ്തു. 2024 ഏപ്രിൽ മാസം എനിക്ക് സ്വീഡനിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ ലഭിച്ചു. അതിനുശേഷം ഞാൻ അതിൻ്റെ വിസയ്ക്ക് വെച്ചപ്പോൾ ഇതുപോലെ എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ ഇമിഗ്രേഷനിൽ നിന്ന് എനിക്കൊരു മെയിൽ വന്നു. ആ സമയത്ത് ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ അന്നിവിടെ ഉടമ്പടി പുതുക്കുവാനൊന്നും ആയിട്ടല്ല വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരുന്നപ്പോൾ ഒരു അങ്കിളുടെ സാക്ഷ്യം എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിൽ തോന്നി ഉടമ്പടി പുതുക്കണം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ആ സമയത്ത് ഞാൻ ചെയ്തില്ല. ജൂലൈ 18 എനിക്ക് ഇൻ്റർവ്യൂ. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് തിരിച്ച് ജൂലൈ 27 ഞാൻ ഉടമ്പടി പുതുക്കുന്നത്. ഉടമ്പടി പുതുക്കി. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥനയും വിശ്വാസവും ഉറച്ച് ആദ്യത്തെ ഉടമ്പടിയിൽ ജീവിതത്തിനേക്കാളും നല്ല രീതിയിൽ എനിക്ക് ഉടമ്പടിയിൽ ജീവിക്കുവാനായിട്ടുള്ള ഒരു കൃപാവരം ലഭിച്ചു. അന്ന് ഇതുപോലെ ഉടമ്പടി എടുത്ത് ക്ലാസ് കഴിഞ്ഞ് താഴെ വന്നു കഴിഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഉടമ്പടിയിലെ നിയോഗങ്ങൾക്ക് വേണ്ടി ആവരുത്, അതെനിക്ക് സാധിച്ചു കിട്ടണമേ എന്നായിരിക്കരുത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ഉടമ്പടി വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനുള്ള കൃപാവരം ലഭിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അത് സിസ്റ്ററിൻ്റെ വാക്കുകൾ എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ 1 അല്ല 10 അല്ല 100 പ്രാവശ്യം നിങ്ങൾ ഉടമ്പടി പുതുക്കിയാലും നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടിരുന്നാൽ നിങ്ങൾക്കത് സാധിച്ചു കിട്ടില്ല എന്ന് സിസ്റ്റർ അന്നിങ്ങനെ പറഞ്ഞത് എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടിയിൽ വിശ്വസ്തയോടുകൂടി ഉടമ്പടിയിൽ ജീവിക്കുവാൻ ആരംഭിച്ചു. ഞാൻ എൻ്റെ നിയോഗങ്ങളെക്കാളുപരി എനിക്ക് ഈ ഉടമ്പടി വിശ്വസ്തയോടുകൂടി പുലർത്തുവാൻ പറ്റണമെന്ന് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി എല്ലാവരുടെയും നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ 2024 ഓഗസ്റ്റ് മാസം 13 എനിക്ക് എൻ്റെ വിസ അപ്രൂവലായി എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു. പക്ഷേ അതന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എൻ്റെ ഫോൺ ആ സമയത്ത് കംപ്ലൈൻ്റ് ആയിരുന്നു. ഞാനത് ഓഗസ്റ്റ് 15 സ്വർഗാരോഹണ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ പള്ളിയിൽ പോയി വന്ന് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ നിന്ന് മെയിൽ ഓപ്പൺ ചെയ്തപ്പോഴാണ് എനിക്ക് 13 ഗ്രാൻഡ് മെയിൽ വന്നിരിക്കുന്ന കാര്യം ഞാൻ അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ ഉണ്ടായിരുന്നു പ്രൊസീജിയേഴ്സ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള റെസിഡൻസ് പെർമിറ്റ് കാർഡ് കിട്ടണം. അതിനുശേഷമാണ് നമുക്ക് കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് ഈ സെപ്റ്റംബർ 2 എനിക്ക് ക്ലാസ് തുടങ്ങുമായിരുന്നു. പക്ഷേ ആ സമയത്തേക്ക് എനിക്കിത് 3 to 4 വീക്സ് ആണ് നമുക്ക് മെയിൽ വന്നു കഴിഞ്ഞാലും റെസിഡൻസ് പെർമിറ്റ് കാർഡ് കിട്ടുവാനുള്ള സമയം. പക്ഷേ ഞാനപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് മെയിൽ അയച്ചു. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പറഞ്ഞു സെപ്റ്റംബർ 23 ഞാൻ അവിടെ എത്തിയാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് 4 ആഴ്ച പറഞ്ഞത് എനിക്ക് 2 ആഴ്ച കൊണ്ട് എനിക്ക് എൻ്റെ റെസിഡൻസ് പെർമിറ്റ് കാർഡ് കിട്ടി. അങ്ങനെ ഓഗസ്റ്റ് 30 എനിക്ക് റെസിഡൻസ് പെർമിറ്റ് കാർഡ് എൻ്റെ ചെന്നൈയിൽ വന്നു. ഞാനത് കഴിഞ്ഞ ദിവസം പോയി കളക്ട് ചെയ്തു. സെപ്റ്റംബർ 16 ഞാൻ സ്വീഡനിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് എടുത്തു. ഈ കഴിഞ്ഞ ഒരു 2 വർഷത്തോളമായിട്ട് ഞാൻ ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന കാര്യം സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ട് വെറും ഉടമ്പടി പുതുക്കി 1.5 മാസത്തിനുള്ളിൽ എനിക്ക് സാധിച്ചു തന്നു.
ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് പരിശുദ്ധ അമ്മ നേടിത്തന്നതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഉടമ്പടിയിലൂടെ എനിക്ക് നന്നായി പ്രാർത്ഥനാ ജീവിതം നന്നായിട്ട് നയിക്കുവാനുള്ളൊരു കൃപാവരം ലഭിച്ചു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പത്രങ്ങളെല്ലാം ഞാൻ എല്ലാവർക്കും കൊടുത്തു. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ രോഗികൾക്ക് ചികിത്സാ സഹായം, അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു പോന്നിരുന്നു. ഇനിയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തിലും ഉണ്ടാവണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് നേടിത്തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദൈവപിതാവിനും എൻ്റെ ഈശോയ്ക്കും നന്ദി, കോടാനുകോടി നന്ദി. ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. ആ സഹായത്താൽ അവർ ഹഗ്രീയുടെയും കൂട്ടാളികളുടെയും മേൽ വിജയം വരിച്ചു. പരിശുദ്ധമ്മയുടെ തിരുസവിധത്തിൽ മകളുടെ OET പരീക്ഷാ വിജയത്തിന് വേണ്ടിയുള്ള നിയോഗം സമർപ്പിച്ച് ഉടമ്പടി എടുത്തതിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ ഒരു വിജയം എന്നതിനേക്കാൾ ഉപരിയായി ആ ദൈവസന്നിധിയിൽ കൂടുതൽ കൃപയിൽ നിലനിൽക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ലഭിച്ച പ്രചോദനത്തെ മകൾ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. അവൾ തന്നെ പറയുന്നു, ഇവിടെ വന്ന പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ഇവിടെ വന്നു പോകുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരുടെ മനസ്സ് നിരന്തരം ശ്രദ്ധിച്ചിരുന്നുവെന്ന്. ഉടമ്പടി നമ്മളെ കൂടുതൽ മനുഷ്യപ്പറ്റുള്ളവരാക്കുന്നു. ഉടമ്പടി നമ്മളെ കൂടുതൽ സഹോദര സ്നേഹമുള്ളവരാക്കുന്നു. ഉടമ്പടി നമ്മളെ കൂടുതൽ ദൈവാനുഭവമുള്ള വ്യക്തികളാക്കി രൂപപ്പെടുത്തുന്നു. ഉടമ്പടി നമ്മളെ ഹൃദയത്തിൻ്റെ കറകളെയും കുറവുകളെയും കഴുകി വെടിപ്പാക്കി നൈർമല്യത്തോടുകൂടി മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ പ്രാപ്തിയുള്ളവരാക്കി മാറ്റുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടിയിലായിരിക്കുന്ന നമുക്ക് നമ്മോട് തന്നെ ചോദിക്കണം, എൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കുറുക്കുവഴിയായി നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ടോ എന്ന്. ഇവിടെ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള എളുപ്പവഴിയായി ഉടമ്പടി എടുക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ പരാജയമാണ്. മറിച്ച് ദൈവം നമുക്ക് അവിടുത്തെ അറിയുവാനും സ്നേഹിക്കുവാനും നമ്മുടെ ആത്മാവിനെ സംരക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും ഒരു വെളിച്ചം നൽകിയിരിക്കുന്നു ഈ ഉടമ്പടി പ്രാർത്ഥനാ ജീവിതത്തിലൂടെ. അങ്ങനെ നിത്യതയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ഈ ഉടമ്പടി പ്രാർത്ഥനാ ജീവിതം പുതിയ സംരക്ഷണവും പുതിയ സന്തോഷവും പുതിയ പ്രത്യാശയും നിറയ്ക്കുകയാണ്. മകൾ ലഭിച്ച ദൈവാനുഗ്രഹത്തിനൊപ്പം ജീവിതത്തിന് വന്ന മാറ്റത്തെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് ഉടമ്പടിയിലായിരിക്കുമ്പോൾ കുറേ കൂടി ആത്മീയ വളർച്ചയും പക്വതയും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കേവലം ആവശ്യങ്ങൾ നേടുന്നതിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ദൈവമേ, അവിടുത്തെ അറിഞ്ഞ് സ്നേഹിച്ച് നല്ല ജീവിതം നയിക്കുവാനും മറ്റുള്ളവരെ ആദരവോടെ കാണുവാനും എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ വേഗത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ലഭിച്ച എല്ലാ നന്മകൾക്കും ദൈവനാമ മഹത്വത്തിന് സമർപ്പിച്ചുകൊണ്ട് തിരുക്കുമാരനും അമ്മ മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.